പലരും എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രവാസികളായിരിക്കുമ്പോൾ ഈ ചെറിയ കുഞ്ഞു വീട്ടിലൊക്കെ ഈ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് അടുക്കളയിൽ എങ്ങനെ അടുക്കി ഒതുക്കി വെക്കുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനെന്നെ സഹായിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ പണ്ട് തൊട്ടേ എൻ്റെ കൂടെയുള്ള, അതായത് ഞാൻ ഈ കുടുംബജീവിതവും വീട്ടു ജീവിതവും അടുക്കളപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എൻ്റെ കൂടെ ഒമാനിലുള്ള ഒരു കൊട്ടയാണ് കേട്ടോ ഇത് ഞാൻ 13 വർഷമായി ഇപ്പോൾ ഇവിടെ വന്നിട്ട് അന്ന് തൊട്ടേ ഈ വെളുത്തുള്ളി പാത്രവും ഈ ഉള്ളിപ്പാത്രം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലുമാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഉള്ളി ഇട്ട് വെക്കുന്നത് അന്ന് തൊട്ടേ. പക്ഷേ ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇത് ഓൺലൈനൊന്നും വാങ്ങിച്ചല്ല, ഞാൻ ഇവിടുന്ന് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കൊട്ടയാണ്. ഇതുവരെ ഒരു ഡാമേജ് സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല എയർ സർക്കുലേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിയൊന്നും അഴുക്കാവും ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാനിത് വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ എൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഉള്ളിപ്പാത്രത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവരെ പോലെ തന്നെ 13 വർഷം എൻ്റെ കൂടിയിട്ട് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഉപകാരം മാത്രമേ ഉള്ളൂ. ഇവർ 3 പേരും കൂടെ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇവിടെ ഇരുന്നോളും. സ്ഥലമൊന്നും അധികം കളയുകയുമില്ല. എൻ്റെ 2-3 കൂട്ടം കാര്യങ്ങൾക്ക് നല്ല ഉപകാരവുമാണ് കേട്ടോ. ഉള്ളിപ്പാത്രത്തിനും ഇങ്ങനെ ഹോളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എയർ സർക്കുലേഷനും ഉണ്ട്. പിന്നീടുള്ളത് ഇവനാണ് കേട്ടോ. ഇവൻ റീസെൻ്റ്ലി ഞാൻ ഇവനെ തെമൂന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാം. പക്ഷേ ഇച്ചിരി കൂടെ ഒരു വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്രയും വലുപ്പമൊന്നുമില്ല. എന്നാലും ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഇട്ട് വെക്കാനുള്ള 2 തട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ തട്ട് ഇച്ചിരി ചെറുതാണ്, പക്ഷേ താഴത്തെ തട്ട് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പം ഞാൻ കൂടുതൽ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് താഴെ ഇടും, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉള്ളത് മുകളിൽ ഇടും. അങ്ങനെ ഇതിനകത്ത് ഞാൻ ഫ്രൂട്ട്സായിട്ട് കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ തുരുമ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം റെഫ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്, യാതൊരു ഡാമേജും ഇല്ല ഇതുവരെ. അപ്പോൾ ഇവനെ ഒമാനിലെ തെമുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. തെമു എന്ന് വെച്ചാൽ നമ്മുടെ ആമസോണൊക്കെ പോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ആമസോൺ ഒന്നും ഇവിടെ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നാട്ടിൽ നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ തെമുവിൽ സാധനങ്ങളുണ്ട്. പക്ഷേ ഷിപ്പിംഗ് ചാർജ് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ഒരു 15 റിയാൽ 20 റിയാലൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും കൂടി ഓർഡർ ചെയ്യുന്നതിന് കൂട്ടത്തിൽ നമ്മുടെ സാധനം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നീടുള്ളത് ഈ വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ. എൻ്റെ വുഡൻ തവികളെല്ലാം തന്നെ ഒരുമിച്ച് ഞാൻ ഇവനിലാണ് ഇട്ട് വെക്കാറുണ്ട്. ശരിക്കും ഇവനെ വാങ്ങിച്ചപ്പോൾ ഇവൻ്റെ കൂടെ കിട്ടിയ 3-4 തവികളുണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പോയി. പക്ഷേ ഈ സ്റ്റാൻഡ് മാത്രം ഞാൻ കളഞ്ഞില്ല. പിന്നെ ഇതൊരു പ്രത്യേക തവിയാണ്. ഇതെൻ്റെ പ്രിയപ്പെട്ട ഭർത്തു എനിക്ക് ചക്കയും കപ്പയൊക്കെ ഇളക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് വഴക്ക് ഉണ്ടാക്കിയാലേ എനിക്ക് സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് തന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ സൂക്ഷിച്ച് കപ്പയും ചക്കയൊക്കെ ഇളക്കാൻ വേണ്ടി ഇവനെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ സ്റ്റാൻഡിൽ മറ്റുള്ള തടിത്തവിയുടെ കൂട്ടത്തിലാണ് കേട്ടോ ഇവനെ വെച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഒരു പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ് കേട്ടോ. സെറ്റായിട്ട് 3 കിട്ടുന്നതായിരുന്നു. ഈ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. 100 രൂപയിൽ താഴെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ 3 സ്റ്റാൻഡ് കിട്ടിയതിൽ ഒരു സ്റ്റാൻഡ് ഞാനിവിടെ പിടിപ്പിച്ചതാണ് കേട്ടോ. മെഡിസിനൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ എൻ്റെ തൈറോക്സിൻ്റെ ടാബ്ലറ്റ്, പിന്നാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പാരസിറ്റാമോൾ, അങ്ങനെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന മരുന്നൊക്കെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ജലദോഷത്തിനുള്ള മരുന്ന്, അങ്ങനെ കുഞ്ഞുങ്ങളുടെ മരുന്ന്, പിന്നെ എൻ്റെ തൈറോക്സിന്. രാവിലെ കിച്ചണിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വരുമ്പോഴേ ഓർത്തെടുത്ത് കഴിക്കും. ഇല്ലെങ്കിൽ അത് കഴിപ്പ് പിന്നെ നടക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കറാണ് കിട്ടിയിരുന്നത്. പക്ഷേ അത് ഇത്ര വെയിറ്റ് വെക്കുമ്പോൾ അത് താങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനിപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ക്രൂ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അതിൽ അത്ര ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു സ്ക്രൂ വെച്ചിട്ട് അല്ലെങ്കിൽ ആണി വെച്ചിട്ട് അടിച്ച് ഫിക്സ് ചെയ്യുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഇപ്പം ഞാനിത് ഫിക്സ് ചെയ്തിട്ട് ഏകദേശം 4-5 വർഷമായി കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ സ്റ്റാൻഡും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം അത് ഗ്ലാസ്സാണ്. കുഞ്ഞുങ്ങളെടുത്ത് താഴെ വെച്ചിരുന്നാൽ അത് പൊട്ടിച്ച് കളയുന്നുണ്ട്. അതും അവിടെയാണ് കേട്ടോ വെച്ചിരുന്നത്. പിന്നെ അടുത്തൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്തതാണ്. ഒരു ഓർഡർ കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനകത്ത് ഞാൻ താഴത്തെ സ്റ്റാൻഡ് ചെറിയ സ്റ്റാൻഡാണ് അവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ വൈറ്റ് ബോർഡ് മാർക്കറും അത് തുടയ്ക്കുന്ന ഡസ്റ്ററുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വൈറ്റ് ബോർഡ്. പിന്നെ അതിനകത്ത് ഡസ്റ്ററും മാർക്കറും താഴെ ഇരിപ്പുണ്ട്. പിന്നീട് എനിക്കുള്ളത് ഈ ഒരു ഡപ്പയാണ് കേട്ടോ. ഇത് 2 പെയറായിട്ട് കിട്ടിയൊരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ആക്ച്വലി ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ നട്ട്സ് എല്ലാം ആണ് കേട്ടോ. സൺഫ്ലവർ സീഡ്, നമ്മുടെ പംകിൻ സീഡ്, വാൾനട്ട്, ബദാം, കാഷ്യൂ, അങ്ങനെ കുറേ സാധനങ്ങൾ, നട്ട്സ് മാത്രമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എന്തെങ്കിലും വെക്കാം. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ പൊട്ടിയൊരു ചട്ടിയാണ്. ആ ചട്ടിയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഫ്ലവറും ഒരു ചെടിയുടെ ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ കാണിക്കാൻ കാര്യം ഇതൊരു ഒന്നിച്ചുള്ളൊരു ബോക്സാണ് കേട്ടോ. ഇത് ഫിക്സ് ചെയ്താൽ ഒരുമിച്ചിരുന്നോളും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേർപെട്ട് പോകത്തില്ല കേട്ടോ. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചല്ല, നമ്മുടെ ലുലുന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 2 വർഷത്തോളമായി. സ്ക്രാച്ച് ആവോ കളർ പോവോ ഒന്നും ചെയ്തിട്ടില്ല.
പിന്നീട് എനിക്ക് ഉപകാരപ്പെടുന്ന കുറേ ആൾക്കാരാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ്. അപ്പോൾ ഈ ക്ലിപ്സിൻ്റെ ഒന്നും പ്ലാസ്റ്റിക് കൊണ്ടല്ല ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. പ്ലാസ്റ്റിക് നമുക്ക് ഫിക്സ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അഡ്ഹസീവ് ടേപ്പ് കൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭാരമുള്ള വെയിറ്റുള്ള സാധനങ്ങളൊന്നും അതിൽ തൂക്കിയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രൂ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഈ ചെറിയ ചെറിയ ക്ലിപ്സാണ്, ഹോൾഡർ ക്ലിപ്സാണ് കേട്ടോ. പിന്നീട് നിങ്ങൾ എല്ലാവരും ദിവസം എൻ്റെ കുക്കിങ്ങിനകത്ത് കാണുന്ന ഒരു സ്റ്റാൻഡായിരിക്കും കേട്ടോ ഇത്. ആദ്യം ഇത് ഇച്ചിരി തുരുമ്പൊക്കെ അടിച്ച് പോയായിരുന്നു, അത് പിന്നെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്തെടുത്താണ്. പക്ഷേ ഇത് നല്ല എനിക്ക് ഉപകാരപ്പെട്ട സ്റ്റാൻഡാണ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമുക്ക് സ്പൂണൊക്കെ കഴുകിയിടാൻ വേണ്ടിയുള്ള ഒരു ഹോൾഡർ കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരുമാതിരിപ്പെട്ട പാത്രങ്ങളെല്ലാം കഴുകി നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റും. അപ്പം ഒത്തിരി സ്ഥല സൗകര്യമുള്ള ഒരു 3 റാക്കായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഇവനും എനിക്ക് അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി വെക്കാൻ വേണ്ടി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഓൺലൈൻ പ്രോഡക്റ്റ് ഒന്നും അല്ല, ഇവിടെ ചെറിയൊരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. തുരുമ്പടിക്കത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞാണ് തന്നത്, പക്ഷേ ചെറിയതായിട്ടൊന്ന് തുരുമ്പെടുത്തു കേട്ടോ. പിന്നീട് ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ, ഇത് തുരുമ്പെടുത്തിട്ടൊന്നുമില്ല, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് എൻ്റെ കാസ്റ്റ് അയണിൻ്റെ കളക്ഷൻ എനിക്ക് 3-4 കാസ്റ്റ് അയണിൻ്റെ കളക്ഷൻസ് ഉണ്ട്, 3-4 അല്ല അതിൽ കൂടുതലുണ്ട്. അപ്പം ഇങ്ങനെ തൂക്കിയിടുന്നതൊക്കെ ഞാനിങ്ങനെ ഇതിൽ തൂക്കിയിടാനാണ് പതിവ് കേട്ടോ. കാരണം ഈ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം തുരുമ്പെടുക്കും കാസ്റ്റ് അയൺ. അപ്പോൾ ഇതാകുമ്പോൾ ഇനി ഹാങ് ചെയ്തിട്ടാൽ നല്ല തുരുമ്പെടുക്കാതെ അവിടെ കിടന്നോളും. പിന്നീടൊരു ഡ്രോയറാണ് കേട്ടോ. ഈ കിച്ചണിനകത്ത് ഇങ്ങനൊരു ഡ്രോയർ ഇല്ലായിരുന്നു. ഇതെൻ്റെ പ്രിയപ്പെട്ട ഭർത്തു എനിക്ക് വേണ്ടിയിട്ട് സ്റ്റൗവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കി തന്നതാണ്. ഇവിടെ ശരിക്കും വാഷിംഗ് മെഷീൻ്റെ സ്ഥലമായിരുന്നു, അത് ഞങ്ങൾ മാറ്റിയിട്ട് ഇവിടെ കണ്ടില്ലേ ആ അലൂമിനിയം ഷീറ്റ് ഇച്ചിരി വലുതാണ്. ആ ചെറിയ കബോർഡായതുകൊണ്ട് അലൂമിനിയം ഷീറ്റ് ഇച്ചിരി വലുതായിട്ടിട്ടിട്ട് സ്റ്റൗ അതിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ പാത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടൊരു സംഗതിയാണ് കേട്ടോ. പിന്നീടുള്ളതാണ് കേട്ടോ ഈ കോക്കനട്ട് ഹോൾഡ് ചെയ്തേക്കുന്ന ഈ കണ്ടെയ്നർ, ഈ പ്ലാസ്റ്റിക് പാത്രം. ഇത് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. ഇതും ഏകദേശം ഒരു 5-6 വർഷമായി. അത് ഞാൻ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ചാണ്. അത്ര വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നിസ്സാര പൈസയ്ക്ക് ഞാൻ അന്ന് ഓഫറിന് വാങ്ങിച്ചാണ്. ഇത് കുറേ നാളായിട്ട് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ അടിയിൽ ഹോളൊന്നും ഇല്ലാത്ത മാതിരി ഇതിൻ്റെ അഴുക്കോ ഈ പിന്നെ തേങ്ങയുടെ അഴുക്കോ പൊടിയൊന്നും താഴെ വീഴുകയില്ല. അത്യാവശ്യം കുറേ തേങ്ങയൊക്കെ ഇട്ട് വെക്കുകയും ചെയ്യാൻ തക്ക വലുപ്പമുണ്ട് കേട്ടോ. പിന്നീട് കുറേ പേര് എന്നോട് ചോദിച്ചതാണ് ഈ സോപ്പ് ഡിസ്പെൻസർ. ഇത് ഞാൻ ഓൺലൈനിൽ ഒന്നും വാങ്ങിച്ചില്ല, നമ്മുടെ നാട്ടിലെ ഒരു ഷോപ്പിൽ നിന്ന് 2 വാങ്ങിച്ചാണ്. ഒന്ന് വീട്ടിൽ വെച്ചു, ഒന്ന് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇത് ഒത്തിരി സോപ്പ് ഡിസ്പെൻസർ ഞാൻ യൂസ് ചെയ്ത് അതെല്ലാം പൊട്ടിപ്പാളീസായ ശേഷം പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു വെക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് കഴുകിയെടുക്കാനും വൃത്തിയാക്കാനും ഒത്തിരി എളുപ്പമാണ് കേട്ടോ. ഇത് ഊരി കഴിഞ്ഞിട്ട് ഇത് സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ സ്ക്രബ്ബർ കൊണ്ടുണ്ടോ നല്ലവണ്ണം ക്ലീൻ ചെയ്ത പോലെ തന്നെ വൃത്തിയായിട്ടിരിക്കും. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രബൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എങ്ങും സ്ഥലം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ സ്ക്രബ് ഡ്രൈ ആയ ശേഷമേ ഇതിനകത്ത് വെക്കാവൂ കേട്ടോ. രാത്രി ഒന്ന് കഴുകിയൊക്കെ വെച്ച ശേഷം ഡ്രൈ ആയ ശേഷം രാവിലെ എല്ലാം പിന്നെ ഇതിലാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള സാധനങ്ങൾ എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ ഉള്ളൂ. ഞാനൊരു മിനിമലായ രീതിയിൽ മാത്രമേ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടാറുള്ളൂ, പണ്ടത്തെ പോലെ അല്ല, ഇച്ചിരി നന്നായിട്ടുണ്ട്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.